VPP മുസ്തഫ ഇന്നലെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, മികച്ച ജയം എന്നത് അവകാശവാദമായിരുന്നുവെങ്കിൽ ഇന്ന് CPM സെക്രട്ടേറിയറ്റിന് ശേഷം അത് 2000-ൽ താഴെയുള്ള വോട്ടിന് ഉള്ള ജയം എന്ന നിലയിലേക്ക് ചുരുങ്ങുന്നു CPM എന്നതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജയം ഉറപ്പാണ് എന്നത് സ്ഥാനാർത്ഥികൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുക വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് എന്നത് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾക്ക് വിജയം അവകാശപ്പെടാൻ ഇപ്പോഴും അടിസ്ഥാനമുണ്ടോ? ഇപ്പോ കോൺഗ്രസിന്റെ പ്രതിനിധി AKG സെന്ററിലെ കണക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു 2000 വോട്ടിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു. കോൺഗ്രസ് പ്രതിനിധി ഇരുന്നിട്ടാണോ AKG സെന്ററിലെ കണക്ക് തയ്യാറാക്കുന്നത്? അദ്ദേഹം കോൺഗ്രസിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുടങ്ങിയത് തന്നെ 5000 വോട്ട്, 10000 വോട്ട്, 15000 വോട്ട് ജയിക്കും എന്ന് കോൺഗ്രസിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലെവിടെയാ കൃത്യതയുള്ളത്? അതിലെവിടെയാ ഒരു ക്ലിപ്തതയുള്ളത്? 5000, 10000, 15000 ഇങ്ങനെയാണ് കോൺഗ്രസ് പ്രതിനിധി ഈ ചർച്ചയിൽ നിന്ന് സംസാരം തുടങ്ങിയപ്പോൾ ആദ്യം അവരുടെ ഭൂരിപക്ഷമായിട്ട് പറഞ്ഞത്. അപ്പൊ അവരുടേതാണ് കയ്യാലപ്പുറത്തെ തേങ്ങ. അവർക്കാണ് ഒരു കൃത്യതയും ഇല്ലാത്തത്. കൊട്ട തേങ്ങയുടെ കണക്ക് പോലെ ഇങ്ങനെ 5000, 10000, 15000 എന്ന് പറയുകയാണ്. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഇന്ന് പത്രസമ്മേളനം നടത്തി. ഒരു കണക്കും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇത് നിങ്ങൾ എവിടുന്നോ പടച്ചുണ്ടാക്കിയിട്ട് ഒരു കണക്ക് വെച്ചിട്ട് ഇത് AKG സെന്ററിലെ കണക്കാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ AKG സെന്ററിലെ കണക്കാവുക? ഞങ്ങൾ അങ്ങനെ ഒരെലക്ഷനിലും, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ലല്ലോ, ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഇത്ര വോട്ടിന് ജയിക്കും എന്ന് ഞങ്ങൾ വലിയ വിജയം ഉണ്ടാകും എന്നതാണ് M സ്വരാജ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇവിടെ പ്ലേ ചെയ്തപ്പോഴെങ്കിലും താങ്കൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. വലിയ വിജയം ഉണ്ടാകും എന്നതാണ്. ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോഴും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. വലിയ നേട്ടമുണ്ടാകും. ഈ വലതുപക്ഷത്തിന്റെ നയ സമീപനങ്ങൾ എന്താണ് എന്നതുള്ളത് അവിടെ തുറന്നു കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞു. കണക്ക് പറഞ്ഞില്ല, അത് മാധ്യമങ്ങൾ ചില സോഴ്സുകൾ ഉപയോഗിച്ച് വാർത്തകൾ കൊടുക്കുമല്ലോ, അങ്ങനെ ഞാൻ സൂചിപ്പിച്ചതാണ്. ഞാൻ MV ഗോവിന്ദൻ കണക്ക് പറഞ്ഞു എന്ന് ഞാനും പറഞ്ഞിട്ടില്ല. അതെ, അപ്പൊ അതാണ് വസ്തുത. അപ്പൊ ഞങ്ങള് അവിടെ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയാൻ ഞങ്ങളൊരു കണക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ കാര്യം എന്താണ്? ഞങ്ങൾ ജയിക്കും എന്നുള്ളതാണ്. നിലമ്പൂരിൽ അതിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ശക്തവും നിർണായകവുമായ വിധിയെഴുത്തുണ്ടായി. ആ വിധിയെഴുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി അവരുടെ കണക്ക് എന്തോ വളരെ ശരിയാണ്, അവരുടെ കണക്ക് വളരെ കൃത്യമാണ് എന്ന് പറയാൻ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടാണ് പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കണക്ക് എന്തായിരുന്നു? ഇതുപോലെ ബൂത്തുകളിൽ നിന്ന്, കോൺഗ്രസിന്റെ ഏജന്റുമാരിൽ നിന്ന്, UDFന്റെ ബൂത്ത് ഏജന്റുമാരിൽ നിന്ന് കൃത്യം കണക്കുകൾ വാങ്ങിച്ചിട്ട് അന്ന് കേരളത്തിൽ UDF പ്രഖ്യാപിച്ചത് എന്താ? ഇതാ പിണറായി വിജയന്റെ ഭരണം അവസാനിച്ചു, കേരളത്തിൽ UDF അധികാരത്തിൽ വരും. സീറ്റിന്റെ എണ്ണം ഉൾപ്പെടെ പറഞ്ഞു. ഏതെങ്കിലും സീറ്റിലെ ഭൂരിപക്ഷം മാത്രമല്ല, 100 സീറ്റിൽ UDF അധികാരത്തിൽ വരും. LDF ഭരണം അവസാനിപ്പിക്കും. എന്റെ മണ്ഡലം തൃക്കരിപ്പൂർ മണ്ഡലം കാസർഗോഡ് ജില്ലയിൽ, അത് 977 രൂപീകരിച്ചത് തൊട്ട് നാളിതുവരെ ഇടതുപക്ഷം ജയിച്ച മണ്ഡലമാണ്. കയ്യൂർ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ ചരിത്രഭൂമികൾ ഉൾപ്പെടുന്ന മണ്ഡലമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന MP ജോസഫ് KM മാണിയുടെ മകളുടെ ഭർത്താവ് കൂടിയാണ്. കേരള കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടാണ് മത്സരിച്ചത്. അദ്ദേഹം പറഞ്ഞത് 10100 വോട്ടിന് ജയിക്കും, കണക്കടക്കം പറഞ്ഞു. പക്ഷേ വോട്ടെണ്ണിയപ്പോ ഈ മണ്ഡലത്തിന്റെ 77 രൂപീകരിച്ച തൃക്കരിപ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 28000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങളന്ന് വിജയിച്ചു. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഈ ചില മണ്ഡലങ്ങളിലെ വലിയ ഭൂരിപക്ഷം പറയുന്നയാൾ 2021 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തിന് മണ്ഡലങ്ങളിൽ ജയിച്ചത്? അവര് 100 സീറ്റ് ജയിക്കുമെന്ന് കണക്കൂട്ടിയെടുത്ത് 99 സീറ്റിൽ ഇടതുപക്ഷം ജയിച്ചതിന്റെ അനുഭവം നമ്മുടെ മുന്നിലില്ലേ? അതുകൊണ്ട് UDFന്റെ എന്തോ കണക്ക് വളരെ കൃത്യമാണ്, അതെന്തോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടന്നതുകൊണ്ട് അതാണ് നടക്കാൻ പോകുന്നത് എന്ന് പറയുന്നവർ അതിന് തൊട്ടു മുമ്പ് കാണണം. ശ്രീ VPP മുസ്തഫ, ഞാൻ ചോദിച്ചുവല്ലോ, ഞാൻ കണക്കുകൾ എങ്ങനെ വന്നു എന്നത് ഞാൻ സൂചിപ്പിച്ചു. നിങ്ങളുടെ ഇപ്പോഴും വിജയം അവകാശപ്പെടുന്ന ഒരു സാഹചര്യം, അതിനുള്ള ആധാരം എന്ത് എന്നതായിരുന്നുവല്ലോ എൻ്റെ ചോദ്യം. നമുക്ക് അതിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നാൽ, കഴിഞ്ഞ തവണ നിങ്ങൾക്ക് ലീഡ് ഉണ്ടായിരുന്ന ഇടങ്ങൾ, അവിടെ ലീഡ് നേടാനാകും എന്ന പ്രതീക്ഷ നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? ഇപ്പോൾ അമരമ്പലം ഒഴികെ ബാക്കി എല്ലായിടത്തും ലീഡ് നേടാൻ കഴിയും എന്നതാണ് UDFന്റെ പ്രതീക്ഷയായി അവർ പറയുന്നത്. അവിടെ മാത്രമായിരിക്കും ഒരുപക്ഷെ ലീഡ് നേടാൻ കഴിയാതെ പോവുക, അമരമ്പലം പഞ്ചായത്തിൽ മാത്രം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ആത്മവിശ്വാസമുണ്ടോ? അൻവർ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ ഇടങ്ങൾ നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയും എന്നതാണ് പ്രതീക്ഷ?
തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെയാണ് വിജയിക്കാൻ കഴിയും എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന സഖാവ് സ്വരാജും നല്ല ആത്മവിശ്വാസത്തോടു കൂടി, യഥാർത്ഥത്തിൽ ക്യാമ്പയിൻ സമയത്ത് പറഞ്ഞതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോ ഇടതുപക്ഷത്തിന് അത് പറയാൻ വേണ്ടി കഴിയുന്നത്. നല്ല വിജയം അവിടെ ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ ഉള്ള വലിയ മുന്നേറ്റം ഉണ്ടാകും. അതിനനുസരിച്ചിട്ടുള്ള വലിയ മാറ്റങ്ങളാണ് രാഷ്ട്രീയമായിട്ട് തന്നെ അവിടെ ഉണ്ടായത്. കാരണം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ടാണ് നേരിട്ടത്. ആ രാഷ്ട്രീയം തന്നെ ഞങ്ങൾ അവിടെ ചർച്ച ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ വളരെ ഗൗരവമായിട്ട്, മുഖ്യമന്ത്രി തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ അവതരിപ്പിച്ചിട്ടാണ് അവിടെ വോട്ട് പിടിച്ചത്. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാമാണ് പറഞ്ഞത്. എന്നാൽ വലതുപക്ഷം അതല്ല ചെയ്തത്. അവരാണല്ലോ യഥാർത്ഥത്തിൽ ആന്റി ഇൻകംബൻസി പറയുന്ന ആളുകളാണല്ലോ സംസ്ഥാന ഗവൺമെന്റിനെതിരെയുള്ള വലിയ വിമർശനവും ചർച്ചയുമായിട്ട് വരുന്നത്. എന്നാൽ അവർ ചില പോരാട്ട നാടകങ്ങൾ ഉണ്ടാക്കി, ചില വിവാദ വിഷയങ്ങൾ ഉണ്ടാക്കി, എങ്ങനെയെങ്കിലും അതിൽ കച്ചിത്തുരുമ്പോട് കൂടിയിട്ട് പോകാമെന്നാണ് ശ്രമിച്ചത്. പക്ഷെ അതെല്ലാം കൈയോടെ പൊളിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ഇത്തവണ എടുത്തൊരു സമീപനമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇടതുപക്ഷത്തോട് എടുക്കുന്ന ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഈ പൊള്ളത്തരം, ഇങ്ങനെ നൈമിഷികമായിട്ടുണ്ടാകുന്ന വിവാദങ്ങളും ചില പെട്ടി ഷോകളും എല്ലാം നടത്തിയിട്ട് തൽക്കാലം ഇങ്ങനെ മാധ്യമങ്ങളുടെ ഒരു പരിലാളനയിൽ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ ഇത്തവണ ഉണ്ടായില്ല. ഇപ്പൊ പാലക്കാട്ടെ പെട്ടി പ്രശ്നത്തിലൊക്കെ വലിയ നിലയിലാണ് പോലീസും സംവിധാനവും എല്ലാം വിമർശിക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ ഒരു പെട്ടി ഷോ സമാനമായിട്ട് നടത്താൻ നോക്കിയപ്പോൾ അവർക്ക് അത് വലിയ നിലയിൽ ബൂമറാങ്ങായി മാധ്യമങ്ങൾ അത് പൊളിച്ചു കൊടുത്തു. ഇനിയിപ്പോ ഇവിടെ നിങ്ങൾ നോക്കൂ, എന്താ ഇപ്പോ തർക്കങ്ങൾ ആർക്കാ? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള വിശകലനങ്ങൾ വരാൻ തുടങ്ങിയല്ലോ. ഇന്നിപ്പോ ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്താ? നിലമ്പൂരിൽ ജയിക്കുന്നുണ്ടെങ്കിൽ ശരി, അത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ. അത് നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മളിവിടെ